പിള്ളേർക്ക് സ്കൂളില്ലാത്ത ദിവസം അമ്മമാർക്ക് ഭയങ്കര തലവേദന കൂടുതലായിരിക്കും കേട്ടോ. ഇവിടെ ആണെങ്കിൽ രണ്ട് കുരിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, ഞങ്ങളുടെ അവിടെയൊക്കെ കുരിപ്പുകൾ എന്നൊക്കെ ഈ വഴക്കാളികൾക്ക് പറയാം, കുസൃതി കാണിക്കുന്ന പിള്ളേർക്കൊക്കെ പറയാം കേട്ടോ. ഒതുങ്ങിയിരിക്കണില്ല, ഒരാൾ കരഞ്ഞാൽ അടുത്ത ആൾ. ഒരാൾക്ക് ഫസ്റ്റ് ചായ കൊണ്ട കൊടുത്താൽ എനിക്ക് ഫസ്റ്റ് തന്നില്ലല്ലോ, അവൾക്ക് ഫസ്റ്റ് കൊണ്ട കൊടുത്തല്ലോ. ഒരാൾക്ക് ഒരു ഉരുള വാരി കൊടുത്താൽ അവൾക്ക് ഫസ്റ്റ് കൊടുത്തല്ലോ, എനിക്ക് ഫസ്റ്റ് തന്നില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഞാൻ മടുത്തു കേട്ടോ. പറഞ്ഞ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് പറയട്ടെ. ചപ്പാത്തിയാണ്. ചപ്പാത്തിയുടെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. ഞങ്ങൾ ചായയുടെ കൂടെ മുക്കി തിന്നു, അല്ല കാപ്പിയുടെ കൂടെ മുക്കി തിന്നു. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ട്, കുഞ്ഞൊരു ഗാർഡൻ, എനിക്ക് നല്ല ഇഷ്ടമാണ് അവിടെ പോയിരിക്കാൻ. നല്ല രസമാട്ടോ. അവിടെ ബുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സമാധാനമാണ് അവിടെ പോയിരിക്കുമ്പോൾ. അവിടെ ഇത് ഞാൻ മീഷോന്ന് മേടിച്ച, മീഷോ തിണ്ടി പറ്റിച്ചു പറഞ്ഞില്ല, ആ പ്ലാന്റാണ്. പക്ഷെ അത് അങ്ങോട്ട് വളരണ കാണാനില്ല കേട്ടോ. ഞാൻ കഞ്ഞിവെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതെന്ന് പറയണത് കേട്ടിട്ടുണ്ട്. അലോവേരയിലും മണി പ്ലാന്റിൽ അതിലൊക്കെ ഒഴിച്ച് നല്ലതെന്ന് പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പയറൊക്കെ നട്ടിട്ടുണ്ട്. പയറെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ കുറ്റിപ്പയറില്ല, അതാട്ടോ. വളരുമെന്ന് അറിയില്ല. നമ്മുടെ ചീനിയൊക്കെ ഇങ്ങനെ മുളച്ച് വന്ന് നിൽക്കുന്നുണ്ട്. ചീര ചെറുതായി വളർന്ന് വന്നിട്ടുണ്ട്. ഇതിലൊന്നും ഞാൻ വളമൊന്നും ഇടണില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് വളരുമെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ സാധാ മണ്ണിലാണ് ഉണ്ടാക്കണത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മീഷോന്ന് ഒരു കൊക്കോപീറ്റോ അങ്ങനെ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ട്. ആകെ കുറച്ച് റേറ്റ് 100 രൂപ എങ്ങാണ്ടുള്ളൂ. എന്തായാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. ഇന്നലത്തെ ചോറുണ്ടായിരുന്നു, അത് തിളപ്പിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഉണക്കപ്പയർ കൂട്ടാൻ വെച്ചു കേട്ടോ. ഇത് മാത്രമേ വെച്ചുള്ളൂ. പുളിയൊക്കെ വെച്ചിട്ടാണ് വെച്ചത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ കുക്കറിലാണ് എല്ലാം ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഞാൻ കുക്കറിൽ ഫസ്റ്റ് തന്നെ ആ പയർ വേവിച്ചെടുത്തു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ചൂട് ഇന്ന് കൂടുതലാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു. ഇത് പ്രത്യേക തരം ഒരു ലെമൺ ജ്യൂസാണ്. കാഷ്യൂനട്ടൊക്കെ ഇട്ടിട്ട് കേട്ടോ. പക്ഷേ വലിയ ടേസ്റ്റും ഇല്ല. നൈനൊന്നും കൂട്ടിയില്ല. നൈനൂന് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിഷ്ടമായില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പരിപ്പോട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാം സെറ്റാക്കി വെച്ചപ്പോൾ കറണ്ട് പോയി. ഇൻഡക്ഷനിലല്ലേ ഉണ്ടാക്കണത്. ഗ്യാസ് തീരാറായി. അതുകൊണ്ട് ഇൻഡക്ഷനിൽ ഉണ്ടാക്കണം. ഇവിടെ കുറേ പേർക്കൊന്നും ഗ്യാസ് കിട്ടിയിട്ടില്ല, തീർന്നിട്ട് കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ കറണ്ട് വരണ വരെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പരിപ്പോടെ ഉണ്ടാക്കിയിട്ടോ. നാളെ പിന്നെ രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചില്ല, കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് നടക്കാനൊക്കെ പോയി വന്നിട്ട് അരയ്ക്കാമെന്നാണ് വിചാരിക്കണത്. പിന്നെ ഇന്ന് ചപ്പാത്തി വൈകുന്നേരം രാത്രി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചപ്പാത്തിയൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു കേട്ടോ. ചപ്പാത്തി എല്ലാം കുഴച്ച് വെച്ചു കേട്ടോ. മാവ് കുഴച്ച് വെച്ചു. എന്നിട്ട് വിളക്കൊക്കെ വെച്ച് ഞങ്ങൾ നടക്കാൻ പോയിട്ടോ. നടക്കല്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.